ഹായ് ഗൈസ്, വെൽക്കം ടു ചില്ലി കിച്ചൺ. ഇന്ന് നമ്മൾ മട്ടൺ ദം ബിരിയാണി ഉണ്ടാക്കിയാലോ. സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. മട്ടൺ എടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസ് അല്ലാതെ വലിയ പീസ് നോക്കിയിട്ട് തന്നെ എടുക്കുക. അപ്പോഴേ ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല എല്ലും നെയ്യും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഇറച്ചി വേണം എടുക്കാൻ. അപ്പം നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൺ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം മട്ടണിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചധികം കുരുമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും ആ മട്ടൺ വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അത് വേവാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയുള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ചതച്ചാലും മതി. ഇനി തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഇട്ട് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വാടാനായിട്ട് വെക്കുക. ഇനി അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്താണ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒരു 3 എണ്ണം കീറിയിട്ട് കൊടുക്കുക. ശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഞാനിവിടെ ഒരു 3 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് വേണ്ടത് പുളിക്ക് ആവശ്യമായ തൈരാണ്. ഇനി നമ്മൾ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് നമ്മളെ മട്ടണെല്ലാം വെന്തിട്ടുണ്ടാവും. ഒരുപാട് വിസിലടിച്ചിട്ടുണ്ട്. നല്ല വേവുള്ള മട്ടണാണ്. ഇനി വേവിച്ച മട്ടൺ നമ്മളെ മസാലയിലേക്ക് ഇട്ടിട്ട് നന്നാക്കിയിട്ട് ഇളക്കി കൊടുക്കുക. മട്ടൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളെ മസാല എത്തുന്ന വിധത്തിൽ ഇനി നമ്മൾ മസാല നമ്മളെ മട്ടനിലേക്കൊക്കെ ഇറങ്ങാനും വേണ്ടിയിട്ട് കുറച്ച് സമയം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അവിടെ വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ റൈസ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രസം വെള്ളം വെക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. വെള്ളം അതാ വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ അരി കഴുകിയത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മന്തി വെക്കുന്ന നീളമുള്ള അരിയാണ് എടുത്തിട്ടുള്ളത്. അതിനോടാണ് ബിരിയാണി വെക്കാൻ പോകുന്നത്. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാകവേവിന് ഊറ്റിയെടുക്കുക. ഇനി ഊറ്റിയെടുത്തുള്ള ചോറ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലയുടെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ ചോറും അതിലേക്ക് തട്ടി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ഒരു വല്യുള്ളിയും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി വറുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ വരുമ്പോഴേ നമ്മളെ ബിരിയാണി പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ. ഇപ്പം നമ്മൾ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കരിവേപ്പിൻ്റെ ഇലയൊക്കെ വറുത്ത നെയ്യ് അവിടെ ഉണ്ട്. ആ നെയ്യ് ചോറിൻ്റെ മേലെ കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. മിൽമ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ആ നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേ നമ്മളെ ബിരിയാണിയുടെ ആ മസാലയുടെ ഫ്ലേവറൊക്കെ നമ്മളെ ചോറിലേക്ക് കിട്ടുള്ളൂ. ശേഷം നമുക്ക് ദമ്മ് പൊട്ടിച്ചിട്ട് ഇതുപോലെ ചോറ് വേറെ പാത്രത്തിലേക്കും മസാല വേറെ പാത്രത്തിലേക്കും മാറ്റാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളെ മട്ടൺ ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.